ഇന്നത്തെ ചിന്തയ്ക്കായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോയുടെ കഫർനാമിലേക്കുള്ള യാത്രയും ഒരു ശതാധിപൻ്റെ പ്രിയപ്പെട്ട ഒരു ഭൃത്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുമായ സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. ശതാധിപൻ എന്ന് പറയുന്നത് 100 പട്ടാളക്കാരടങ്ങുന്ന, ഇന്ന് പല മിലിറ്ററികളും അതിനെ ബറ്റാലിയൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ബറ്റാലിയൻ്റെ, ഒരു ലീജൻ്റെ തലവനായിരുന്നു ആ ശതാധിപൻ. റോമാ സാമ്രാജ്യത്തിലെ 60 ലീജണുകൾ, അതിലൊന്നിൻ്റെ അധിപനായിരുന്നു ഈ വ്യക്തി. ആ വ്യക്തിയുടെ സ്ഥാനപ്പേരായിരുന്നു ശതാധിപൻ എന്നത്. അത്രയും അധികാരമുള്ള ഒരു ശതാധിപൻ ഈ 100 പേരിൽ ഒരുവനായ തൻ്റെ പ്രിയപ്പെട്ട ഒരു ഭൃത്യന് പക്ഷാഘാതമുണ്ടാകുകയും കഠിനവേദനയിലായി അവൻ സങ്കടത്തിലാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഈശോയെ പറ്റി അവൻ കേൾക്കുന്നതും ഈശോയെ അന്വേഷിക്കുന്നതും. ആ വേദന സഹിക്കാൻ കഴിയാതെ, അവൻ്റെ വേദന കണ്ടു നിൽക്കാൻ പറ്റാതെ ശതാധിപൻ യേശുവിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. തൻ്റെ ഭൃത്യന് യേശുവിന് സൗഖ്യം നൽകാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് യഹൂദ പ്രമാണികളിൽ ചിലരെ അയച്ച് യേശുവിനോട് ഈ അവസ്ഥ അപേക്ഷയുടെ സ്വരത്തിൽ അറിയിച്ചു എന്നാണ് വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. യഹൂദ പ്രമാണികൾ പോലും അവിടെ ചെന്ന് ഈശോയുടെ അടുത്ത് കേണപേക്ഷിച്ചു എന്നാണ് വചനം പറയുന്നത്. ഈ ശതാധിപൻ ശരിക്കും ഒരു വലിയ മാതൃകയാണ് നമുക്കോരോരുത്തർക്കും. പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിലായിരിക്കുന്നവർ, മറ്റ് ആത്മീക നേതൃത്വത്തിൽ ആയിരിക്കുന്നവർ, അവർക്കെല്ലാം ഒരു വലിയ മാതൃകയാണ് ഈ ശതാധിപൻ. ഇത്രയും അധികാരമുള്ള ഒരു വ്യക്തി യേശുവിൻ്റെ അടുത്തേക്ക് യഹൂദ പ്രമാണികളിൽ ചിലരെ അയച്ചു, അവർ കേണപേക്ഷിച്ചു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശതാധിപനും യഹൂദ പ്രമാണികളും അധികാരം കൈയാളുന്നവരാണ്. എനിക്ക് തോന്നുന്നത് ഈ ശതാധിപൻ ആ പ്രമാണികളോടും പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെയോ നിങ്ങളുടെയോ അധികാര മനോഭാവത്തോടെ അവനോട് പറയരുത്, അപേക്ഷിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന്. നമ്മൾ എത്ര അധികാരമുള്ളവരോ സ്വാധീനമുള്ളവരോ ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ അടുത്ത് എളിമയോടെ എത്താനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. ഈ ശതാധിപന് വേണമെങ്കിൽ ഈ ഭൃത്യനെ തൻ്റെ ബറ്റാലിയനിൽ നിന്ന്, തൻ്റെ ലീജണിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. ഈ ഭൃത്യനേക്കാൾ ആരോഗ്യമുള്ള ഒരാളെ കിട്ടുകയും ചെയ്തേനെ. എന്തെങ്കിലും PF-ഓ TO DA ഒക്കെ കൊടുത്ത് ഈ വ്യക്തിയെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ആ ഭൃത്യനെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുകയും ആ ഭൃത്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് അയാൾ അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഈ മനോഭാവം ആയിരിക്കണം ക്രിസ്ത്യാനി എൻ്റെയും നിങ്ങളുടെയും. കൂടെ നിൽക്കുന്നവന് ഒരു സങ്കടമുണ്ടാകുമ്പോൾ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവന് വേണ്ടി നിലകൊള്ളുവാനുമുള്ള ഒരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ, അധികാരവും സമ്പത്തും കൂടുമ്പോൾ കൂടെ നിൽക്കുന്നവനെ, ഇത്രയും നാൾ തൻ്റെ സേവകനായിരുന്ന, അല്ലെ നമ്മളെ സേവിച്ചുകൊണ്ടിരുന്നവനെ, നമ്മുടെ ആജ്ഞാനുവർത്തിയെ ഒരു വെറും കരുവേപ്പില പോലെ എടുത്ത് വേസ്റ്റിലേക്ക് എറിയുന്ന മനോഭാവത്തിന് പകരം അവനെയും കൂടി ഒന്ന് പരിഗണിക്കാനും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. 100-ൽ 1 നഷ്ടപ്പെടുമ്പോൾ 99 വഴിയിൽ വിട്ട് ആ നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പിറകെ പോയവൻ്റെ
ഒരു മനസ്സ് ആ ശതാധിപനും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ ഏതവസ്ഥയിലായിരുന്നാലും അവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്ക് ഒരു സങ്കടം ഉണ്ടാകണം. നമ്മുടെ മുന്നിൽ സങ്കടങ്ങളുമായി നിൽക്കുന്ന, യാചക മനോഭാവത്തോടുകൂടി നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ കരുണയോടെ, ദയയോടെ, അവൻ്റെ ജീവനും വിലപ്പെട്ടതാണ് ദൈവസന്നിധിയിലെന്ന മനോഭാവത്തോടെ ആ ജീവന് വേണ്ടി നമുക്ക് നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ കഴിയണം. അല്ലാതെ ഞാനൊരു പ്രാർത്ഥനാ തൊഴിലാളിയാണ്, ഞാനൊരു പുരോഹിത തൊഴിലാളിയാണ്, ഞാൻ സഭയിലെ ഉത്തരവാദിത്തമുള്ള പല മേഖലകളിലും ആയിരിക്കുന്നവനാണ്, എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഇടപെടാനോ സഹായിക്കാനോ പരിധികളുണ്ട്, പക്ഷേ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ തഴഞ്ഞുവിടുന്ന ഒരു മനോഭാവമായിരിക്കരുത് നമ്മുടെ മനോഭാവങ്ങൾ. ഈ ഒരു മനോഭാവമല്ല ക്രിസ്ത്യാനി നിന്നിൽ നിന്ന് വരേണ്ടത്. മറിച്ച് ഈശോയുടെ മനോഭാവത്തിലൂടെ നമ്മൾ ഇടപെടണം. ഈശോയുടെ കണ്ണിലൂടെ നമ്മൾക്ക് അവരെ കാണാൻ കഴിയണം. ദൈവം ദാനമായി തന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ പള്ളികൾ വെച്ച് കൊടുത്തിട്ടുണ്ടാകാം, വീടുകൾ വച്ചിട്ടുണ്ടാകാം, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പല പല നന്മകളും ചെയ്തിട്ടുണ്ടാകാം. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ശതാധിപൻ്റെ മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ്. എന്തധികാരമുണ്ടായാലും സമ്പത്തുണ്ടായാലും സമൂഹത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായാലും നമുക്കുണ്ടാകേണ്ട മനോഭാവം ഈ ശതാധിപൻ്റെതാണെന്ന് ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയും വീടിന് അടുക്കാറായപ്പോൾ ശതാധിപൻ കുറച്ച് സ്നേഹിതരെ ഈശോയുടെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, എൻ്റെ ഭൃത്യൻ സുഖമാകും. അങ്ങൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത, അങ്ങയുടെ അടുത്ത് എനിക്ക് നിൽക്കാനുള്ള യോഗ്യത ഇല്ല. കർത്താവേ, അങ്ങ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖമാകും. ഈ വിശ്വാസം കണ്ടിട്ട് ഈശോ തിരിഞ്ഞ് നിന്ന് തൻ്റെ പിറകെ വന്നിരുന്ന ശിഷ്യന്മാരോടും ജനങ്ങളോടും പറഞ്ഞത്, ഇതുപോലൊരു വിശ്വാസം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്ക് ഈ വിശ്വാസമാണ് വേണ്ടത്, ഈ മനോഭാവമാണ് വേണ്ടത്. ഇന്നത്തെ ഈ വചനയാത്രയിൽ നമ്മുടെ മനോഭാവങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളായി മാറട്ടെ. ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ഒന്ന് ചിന്തിക്കാം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. ഈ വിശ്വാസം നമ്മിൽ ഉറയ്ക്കുവാനും ആ വിശ്വാസം നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച അതേ സ്നേഹത്തോടും വാത്സല്യത്തോടും ദയയോടും കരുണയോടും കൂടെ മറ്റുള്ളവരെ കാണാനും അവർക്ക് വേണ്ടി നിലകൊള്ളുവാനും ഇന്നത്തെ വചനം നമ്മളെ സഹായിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും